മുൻ RSP നേതാവ് ഇല്ലിക്കൽ അഗസ്തി ഇടതുപക്ഷത്തേക്ക്. LDFിന്റെ വികസന മുന്നേറ്റ ജാഥയുടെ ഉദ്ഘാടന വേദിയിൽ ഇല്ലിക്കൽ അഗസ്തി എത്തി. സേവ് RSP രൂപീകരിച്ച് LDFിനൊപ്പം പ്രവർത്തിക്കുമെന്ന് ഇല്ലിക്കൽ അഗസ്തി പറഞ്ഞു. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ അടുത്തിടെയാണ് ഇല്ലിക്കൽ അഗസ്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KK ശൈലജയ്ക്കെതിരെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് ഇല്ലിക്കൽ അഗസ്തി. ഇക്കഴിഞ്ഞ ജനുവരിയിലായിരുന്നു അഗസ്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. നിരന്തരമായി സംഘടനാ വിരുദ്ധ പ്രവർത്തനവും പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയും നടത്തിയതിനാണ് നടപടിയെന്ന് സംസ്ഥാന കമ്മിറ്റി പറഞ്ഞിരുന്നു. കടക്കുപുറത്ത് എന്ന പേരിൽ വെബ്സൈറ്റ് പുറത്തിറക്കാനൊരുങ്ങി KPCC. പിണറായി വിജയൻ പുറത്തേക്ക് എന്ന ശക്തമായ സന്ദേശവുമായാണ് KPCC ഡിജിറ്റൽ പ്രചരണം ശക്തമാക്കാൻ ഒരുങ്ങുന്നത്. വെബ്സൈറ്റിന്റെ പ്രവർത്തനം അവസാന ഘട്ടത്തിലാണെന്ന് വിവരം. പൊതുജനങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി സർക്കാരിനെതിരായ പരാതി നേരിട്ട് രേഖപ്പെടുത്താനാകും. KPCC നൽകുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചും പരാതി രേഖപ്പെടുത്താം. ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെയാകും ഫോൺ വഴിയുള്ള പരാതി സ്വീകരിക്കുക എന്ന് ഡിജിറ്റൽ പ്രചരണത്തിന് ചുമതലയുള്ള ഒരു നേതാവ് പറഞ്ഞു. ദേശീയപാത 66-ൽ ചക്കരപ്പറമ്പ് സർവീസ് റോഡിന് സമീപത്ത് പറമ്പിൽ തീപിടുത്തം. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. പറമ്പിലെ മാലിന്യത്തിനും ഉണങ്ങിയ പുല്ലിനും പിടിച്ച തീ നിമിഷങ്ങൾക്കൊക്കെ ആളിക്കത്തുകയായിരുന്നു. സമീപത്ത് നിർത്തിയിട്ടിരുന്ന ബസ്സിനും ട്രാവലിനും തൊട്ടടുത്തെത്തിയ തീ തൃക്കാക്കര, ഗാന്ധിനഗർ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനകൾ കൃത്യസമയത്ത് എത്തിയതിനാലാണ് പടരാതിരുന്നത്. വാഹന ഉടമകളെ ഫോണിൽ ബന്ധപ്പെട്ട് ഇരുവാഹനങ്ങളും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. കേന്ദ്ര ബജറ്റിന്റെ പശ്ചാത്തലത്തിൽ ശ്രീധരനെതിരെ മുഖ്യമന്ത്രിയുടെ ഒളിയമ്പ്. കേരളത്തിൽ അതിവേഗ പാതയുടെ സാധ്യതകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ച മെട്രോമാൻ ശ്രീധരന്റെ പേരെടുത്ത് പറയാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. അതിവേഗ പാതയുമായി ബന്ധപ്പെട്ട് വലിയ എന്തോ വരാൻ പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചവർക്ക് ഇപ്പോൾ മറുപടിയില്ലാതായോ എന്ന് അദ്ദേഹം പരിഹസിച്ചു. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണന തുടരുകയാണെന്നും ഇതിനെതിരെ ശബ്ദമുയർത്താൻ കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടുന്ന പ്രതിപക്ഷം തയ്യാറാകണമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എയിംസ് പോലുള്ള സംസ്ഥാനത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾക്കായി സ്ഥലം കണ്ടെത്തിയിട്ടും പ്രധാനമന്ത്രിയോടക്കം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടും കേന്ദ്രം മുഖംതിരിക്കുകയാണെന്നും വികസന കാര്യത്തിൽ BJPയും കോൺഗ്രസും ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. എയിംസ് നൽകാത്തതെന്നുള്ള വിമർശനങ്ങളിൽ പ്രതികരിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എയിംസ് സ്ഥാപിക്കുന്നതിന് കേന്ദ്രം ആവശ്യപ്പെട്ട ഭൂമി സംബന്ധമായ രേഖകൾ 2024 തന്നെ കേരളം സമർപ്പിച്ചിരുന്നുവെന്നാണ് വീണ ജോർജ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതിന് തത്വത്തിൽ അംഗീകാരം നൽകാൻ ധനമന്ത്രാലയത്തോട് അഭ്യർത്ഥിച്ചുവെന്നും അടുത്ത പ്രഖ്യാപനത്തിൽ കേരളത്തിന്റെ എയിംസ് ഉൾപ്പെടുമെന്ന് അറിയിച്ചുള്ള കത്ത് കേന്ദ്ര സർക്കാർ കേരളത്തിന് കൈമാറിയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഈ കത്തിന്റെ ചിത്രം ഉൾപ്പെടെ പങ്കുവച്ചാണ് വീണ ജോർജിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. വീണ്ടും 2 ബജറ്റുകൾ കൂടി കഴിഞ്ഞുവെന്നും എയിംസ് കണ്ടില്ല സാർ എന്നും മന്ത്രിയുടെ പോസ്റ്റിൽ പറയുന്നു.